നേരായ രീതിയിൽ പണം സമ്പാദിച്ചാൽ സന്തോഷത്തോടെ സുഖമായിട്ട് കഴിയാൻ സാധിക്കും. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ സമാധാനമില്ലാതെ ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ഇപ്പോൾ സമാധാനക്കേട് സംഭവിച്ചിരിക്കുന്നത് നേരാവണ്ണം ഉറങ്ങാൻ പോലും പറ്റാത്തത് CPM എന്ന പാർട്ടിക്കാണ്. ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ ഭാര്യയ്ക്കും വീണയ്ക്കും വീണയുടെ ഭർത്താവിനും ഉറക്കമില്ല. ഏത് സമയത്ത് വേണമെങ്കിലോ EDയുടെ ഉദ്യോഗസ്ഥർ EDയുടെ വാഹനം വീടിന്റെ മുന്നിലെത്താം, വീണയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഒരു തരത്തിലുമുള്ള ദയ കൊടുക്കണ്ട എന്ന രീതിയിലേക്കാണ് ED ഉദ്യോഗസ്ഥർ നിൽക്കുന്നത്. കാരണം ED ഉദ്യോഗസ്ഥരെ തൊട്ട് കളിച്ചപ്പോൾ അവരും ഇപ്പോൾ കലി പൂണ്ടു നിൽക്കുകയാണ്. ഇപ്പോഴിതാ അടുത്ത ഒരടി കോടതിയിൽ നിന്നും കിട്ടിയിരിക്കുന്നു. കരിവന്നൂർ തട്ടിപ്പ് കേസിൽ CPMലെ MLAമാരും അതോടൊപ്പം തന്നെ MP-യും വിചാരണ നേരിടണം എന്നാണ് പറയുന്നത്. ഈ വയസ്സാങ്കാലത്ത് നേരായ രീതിയിൽ ഭരണം നടത്തി കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് സുഖത്തോടെ ജീവിക്കുന്നതിന് പകരം 500-ന്റെയും 1000-ന്റെയും നോട്ട് കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ച് ഒരുപാട് പണം സമ്പാദിക്കാനായിട്ട് നോക്കി. എന്നാൽ ഉമ്മാരട്ട് ദേഹാനെങ്കിൽ പണിയെടുക്കത്തുമില്ല. പണിയെടുത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി ഇവരുടെയൊക്കെ വിശ്വാസവും വാക്കും കേട്ടുകൊണ്ട് ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചവന്റെ പിച്ചച്ചട്ടിയിൽ തന്നെ കൈയിട്ട് വരണമെന്ന് പറഞ്ഞാൽ നാണം കെട്ട പ്രവൃത്തിയാണ് CPMകാർ കാണിക്കുന്നത്. ഇപ്പോൾ ഇനി ശിഷ്ടകാലം മുഴുവനും ഇനിയിപ്പോൾ ജയിലിൽ തന്നെ കിടക്കാം. പൂജപ്പുര സെൻട്രൽ ജയിലിലൊന്നും ആയിരിക്കില്ല, നല്ല തിഹാർ ജയിലിൽ നല്ല ഗോതമ്പ് ചപ്പാത്തിയും കഴിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും തള്ളി നിൽക്കും. നിലവിലിപ്പോൾ ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് PMLA കോടതി പറഞ്ഞിരിക്കുകയാണ്. MLA AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP, തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരടക്കമുള്ള പ്രതികൾ വിചാരണ നേരിടണമെന്നാണ് കോടതി പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ MLA സ്ഥാനവും MP സ്ഥാനവും ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. AC മൊയ്തീൻ MLA കരിവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ 67-ാം പ്രതിയാണ്. K രാധാകൃഷ്ണൻ MP കേസിൽ 70-ാം പ്രതിയായാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. CPM തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് 69-ാം പ്രതിയാണ്. ചരിത്രത്തിലാദ്യമായി വ്യക്തികൾക്ക് പുറമെ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെയും കേസിൽ 68-ാം പ്രതിയാക്കിയാണ് ED കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 2 പ്രതികൾക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത്, അതും സുപ്രീം കോടതി. അതായത് ജിതാ ഭാസ്കർ, ശ്രീലത എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിലെ 1-ാം പ്രതിയുടെയും 3-ാം പ്രതിയുടെയും ഭാര്യമാരാണ് ഇവർ. ബാങ്ക് സെക്രട്ടറി ആയിരുന്ന TR സുനിൽകുമാറാണ് കേസിൽ 1-ാം പ്രതി. CPM ലോക്കൽ കമ്മിറ്റി അംഗവും പ്രാദേശിക നേതാവുമായിരുന്ന TR സുനിൽകുമാർ കരിവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് വ്യാജരേഖകളും ബിനാമി വായ്പകളും ഉപയോഗിച്ച് 180 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായാണ് EDയുടെ കണ്ടെത്തൽ. തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം പാർട്ടി ആവശ്യങ്ങൾക്കും പാർട്ടി ഓഫീസുകൾക്കായി ഭൂമി വാങ്ങുന്നതിനും ഉപയോഗിച്ചതായി കുറ്റപത്രത്തിൽ ED പറയുന്നുണ്ട്. നേതാക്കളുടെ അറിവോടെയും ഇടപെടലോടെയുമാണ് അനധികൃത വായ്പകൾ അനുവദിച്ചതെന്നാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരിവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത്. പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവന്നത്. CPM നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം 6 പേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തിരുന്നു. തുടക്കത്തിൽ 108 കോടിയുടെ തട്ടിപ്പായിരുന്നു സഹകരണ വകുപ്പ് കണ്ടെത്തിയത്. എന്നാൽ വലിയ രീതിയിൽ BJPയുടെ ഒരു ശക്തമായ ഒരു പ്രതിഷേധം, സുരേഷ് ഗോപി തന്നെ നേരിട്ടിറങ്ങിയ ഒരു പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചപ്പോൾ വലിയ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ ഒന്ന് ഇളകി. അന്ന് പിണറായി വിജയൻ ഭരിച്ചിരുന്ന സമയത്ത് പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറിയിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ 31 പ്രതികളാണ് ഉള്ളത്. ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന TR സുനിൽകുമാർ, മാനേജറായിരുന്ന ബിജു കരീം, ബിജുവിന്റെ ഭാര്യ, ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്ന CK ജിൽസിന്റെ ഭാര്യ എന്നിവരാണ് ഭരണസമിതി അംഗങ്ങളല്ലാത്ത മറ്റു പ്രതികൾ. എന്തായാലും സഹകരണ ബാങ്കിൽ കൊണ്ട് പണം നിക്ഷേപിക്കുമ്പോൾ ഒന്നല്ല പല പ്രാവശ്യം ചിന്തിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് തന്നെ നഷ്ടമാകും. കാരണം ഒരു പണം അതൊരു 5 ലക്ഷം ആയിക്കോട്ടെ, 10 ലക്ഷം ആയിക്കോട്ടെ, ഇനി 15 ലക്ഷം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം ആയിക്കോട്ടെ, നമ്മൾ ബാങ്കിൽ കൊണ്ട് FD ഇടുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ പണം കൊണ്ട് ബാങ്കിൽ FD ഇടുന്നത്. ഒന്നേ മകളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു എമർജൻസി, ഒരു ആശുപത്രി കേസോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ ഒരു വീട് പണി, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒരു പൈസയ്ക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ ആ ഒരു ദീർഘവീക്ഷണത്തിലായിരിക്കും നമ്മൾ കൊണ്ട് പണം ഇടുന്നത്. അപ്പോൾ ഇതുപോലത്തെ CPMക്കാർ ഭരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ തേനീച്ച കൂട് പോലെ കൂട് കൂട്ടി നിൽക്കുന്ന ഇതുപോലത്തെ സഹകരണ ബാങ്കിൽ കൊണ്ട് പണം നിക്ഷേപിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിലേക്ക് കൂടുതലായി പണം നിക്ഷേപിച്ചാൽ നിങ്ങൾക്കത് സുരക്ഷിതമായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.